സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്റെ മകനെ കാണാതായതിന് പിന്നിൽ ആരാണെന്നും അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് സ്ഥലം എംഎൽഎക്ക് പരാതി കൊടുക്കാനായിട്ട് നേരിട്ടെത്തുകയാണ് അരുന്ധതി. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഞാൻ ഐസക് കുരുവിളയോട് സംസാരിച്ചതാണ്, ഇവിടേക്ക് വിളിച്ചു വരുത്തിയതാണ്. അദ്ദേഹം കൃത്യമായി തന്നെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഓഫീസർ കൂടിയാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ എന്റെ മോന്റെ കാര്യത്തിൽ മാത്രം അയാൾ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. ആരോ അയാളെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണോ എന്ന് തനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് അരുന്ധതി പറയുന്നു. ഋഷിയുമായിട്ട് ശത്രുതയുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് അവന്റെ ഈ കാണാതാവലിൽ തങ്ങൾക്ക് ഒരു പങ്കില്ല എന്നും ആ ഐസക് കുരുവിളയെ പോയി കണ്ട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് ദേവിക വ്യക്തമാക്കുകയാണ്. എന്നിട്ട് അരുന്ധതിയെ വിട്ടയക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അന്വേഷണം ശക്തമാക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ദേവികയും സിദ്ധുവും ചേർന്ന് ഐസക്കിനെ വിളിക്കുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, കട്ടാക്കി വിടുന്നു. ഇനി ആരെങ്കിലും അയാളെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ എന്ന് രണ്ടാളും സംശയിക്കുകയാണ്. നേരിട്ട് തന്നെ ചെന്ന് കാണാനായിട്ട് തീരുമാനിക്കുന്നു. ഈ സമയം നന്ദന ആവട്ടെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കെവിനെ വിളിച്ച് പറയുന്നുണ്ട്. കെവിൻ പറയുകയാണ്, പേടിക്കാതെ ഇരിക്കെ, എന്തായാലും ഇസബല്ലയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ ഇസബല്ലയെ കാണാനായിട്ട് നേരിട്ട് തന്നെ പോകുന്നുണ്ട് കെവിൻ. എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഇസബല്ല പറയുകയാണ്, ഈ MLA ദേവിക്ക് അറിയില്ലല്ലോ അവളുടെ ഭർത്താവ് തന്നെയാണ് അകത്ത് പോകാനായിട്ട് പോകുന്നതെന്ന്. എന്തായാലും അവൾ അന്വേഷണം ഘടിപ്പിച്ചാൽ ഉറപ്പായിട്ടും DGP ഇടപെടും. പിന്നെ എന്റെ പാപ്പനെ അതിൽ നിന്നും മാറ്റും. മാത്രമല്ല അത് പാപ്പന് ചീത്തപ്പേരാവുകയും പിന്നീട് സർവീസിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് ആകുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഒരു പിടി കിട്ടുന്നില്ല. കുടുങ്ങാൻ പോകുന്നത് സ്വന്തം ഭർത്താവാണെന്ന് അറിയാതെയാണ് അവൾ ഈ കളിക്കുന്നത് എന്നൊക്കെ ഇസബല്ല പറയുന്നു. എന്തായാലും ഈ സമയം അന്വേഷണം കടുപ്പിച്ചതിന്റെ ഒരു ടെൻഷനിൽ തന്നെയാണ് നന്ദനും പ്രഭാവതിയും. നന്ദനാണെങ്കിൽ പ്രഭയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ആകെ പേടിയാവുന്നു, ദേവിക്ക് സത്യങ്ങളൊന്നും തന്നെ അറിയില്ല. ദേവിയാണെങ്കിൽ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. അവൾ ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ. അച്ഛനെ പോലെ തന്നെയാണ് ദേവിയും. സത്യത്തിന്റെ പാതയിൽ അവളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, മോൻ എന്തൊക്കെയാ പറയുന്നത്, അമ്മ ഉറപ്പായിട്ടും ദേവിക ഇടപെട്ട് പ്രഷർ ചെലുത്തിയാൽ പിന്നെ ഐസക് കുരുവിള സാറിൽ നിന്നും കേസ് കൈമാറേണ്ടി വരും. DGP ഇടപെടും. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥനും ദേവികയും വരുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ഈ അന്വേഷണം അതോടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, നമ്മുടെ മോനെ പോലെ ഒരു മോനാണ് ഋഷിയും. കാര്യം നമ്മൾ ശത്രുതയാണെങ്കിലും ഒരു മാൻ മിസ്സിംഗ് കേസാണ് വന്നിരിക്കുന്നത്. അവൻ എന്ത് സംഭവിച്ചു, അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ശത്രുക്കൾ എന്തെങ്കിലും അവന് ചെയ്തോ, മറ്റാരെങ്കിലും ഒളിഞ്ഞിരുന്ന് കളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ എന്നൊക്കെ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ, ഋഷി ആരാണ്, നമ്മുടെ മോനെ പോലെ മോനൊന്നല്ല, പിന്നെ അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്, അവൻ ദുഷ്ടൻ തന്നെയാണ്, അവൻ മരിച്ചു പൊക്കോട്ടെ, അവനെ ആരെങ്കിലും ഏതെങ്കിലും ദുഷ്ടജന്മങ്ങൾ കൊന്നതാണെങ്കിലോ എന്നിങ്ങനെ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ, കൊല്ലട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. ദേവികയാണെങ്കിൽ മനസ്സിലാവുന്നില്ല എന്തിനാണ് പ്രഭാവതി നന്ദനും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്ന്. അവൾക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവണു. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, അമ്മ ഇത് നമ്മളെ ആരെയും ബാധിക്കാത്ത കാര്യമാണ്. പിന്നെ DGPയുമായിട്ട് സംസാരിച്ചിട്ട് ഉറപ്പായിട്ടും ഈ കേസ് കൈമാറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഋഷിയെ കണ്ടെത്തുക എന്നത് അരുന്ധതി മേഡത്തെ പോലെ തന്നെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്. കാരണം സംശയത്തിന് നിഴൽ ചന്ദ്രോത്ത് വീട്ടിലേക്കാണ് ചൂണ്ടുന്നത്. നമ്മളിതിൽ പ്രതികളല്ലെന്ന് നമ്മൾ തെളിയിക്കണ്ടേ, അതിനും കൂടി വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ, പക്ഷെ ഒരുപാടൊന്നും പ്രഷർ കൊടുക്കേണ്ട, ഐസക് തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് പ്രഭാവതി. അത് നമ്മളല്ല തീരുമാനിക്കുന്നത്. അയാളുടെ മിടുക്ക് കാണിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും കൈമാറപ്പെടുമെന്നൊക്കെ പറയുന്നു. എന്തായാലും നന്ദനാണെങ്കിൽ ആകെ കുടുങ്ങി പോകുന്ന അവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്. ഞാൻ ബൈ ബൈ.